കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് AC മൊയ്തീൻ MLA ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2-ന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുത്ത് വിദ്യാർത്ഥികൾ. TCV വാർത്താ ഫലം കണ്ടു. പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ചുമതലയെടുത്തു. ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. പ്രളയ സാധ്യത കണക്കിലെടുത്ത് കരുവന്നൂർ പുഴയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് അഴിമതി കേസിൽ MLA AC മൊയ്തീനിന്റെ ED കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ MLAയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുന്നംകുളം കടവല്ലൂർ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബാരിക്കേഡുകൾ മറിച്ചിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഉപരോധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുന്നംകുളത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് MLA AC മൊയ്തീന്റെ ക്യാമ്പ് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ സജീവമാകും. 2 മാസത്തെ അവധിക്ക് ശേഷമാണ് സ്കൂളുകൾ തുറക്കുന്നത്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും തയ്യാറെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്ത് തുടരുന്ന മഴ ആശങ്കയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായാൽ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം തന്നെ സ്കൂളുകൾ തുറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മഴ കനത്ത സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മാറ്റേണ്ടതില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. TCV വാർത്താ ഫലം കണ്ടു. പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ചുമതലയെടുത്തു. പെരിങ്ങാവ് വില്ലേജ് ഓഫീസ് ഇനി അടച്ചിടേണ്ട. ജീവനക്കാർ ചുമതലയെടുത്തതോടെ അടച്ചിടൽ പ്രതിസന്ധി ഒഴിവായി. ലീവിൽ പോയ ജീവനക്കാരനും നിയമനം ലഭിച്ച ജീവനക്കാരനും ജോയിൻ ചെയ്തു. പാട്ടുരായ്ക്കൽ, കിഴക്കും പാട്ടുകര, ചെമ്പൂക്കാവ്, മുക്കാട്ടുകര, പെരിങ്ങാവ് ഡിവിഷനുകൾ ഉൾപ്പെട്ടതാണ് പെരിങ്ങാവ് വില്ലേജ് ഓഫീസ്. വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതുമൂലം പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ നൽകാനാവാത്ത സ്ഥിതിയും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർ പുറത്തു പോകേണ്ടി വരുമ്പോൾ വില്ലേജ് ഓഫീസ് പൂട്ടിപ്പോകേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട കൗൺസിലർ ജോൺ ഡാനിയൽ റവന്യൂ മന്ത്രി കെ രാജനോട് പ്രതിസന്ധി ധരിപ്പിക്കുകയും മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതോടെ
നൽകിയതോടെയുമാണ് വില്ലേജ് ഓഫീസിൽ പുതിയ ജീവനക്കാരെ നിയമിച്ചത്. ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. ഇന്ന് യെല്ലോ അലേർട്ടാണ്. പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. വാഴാനി ഡാം തുറക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് മാറ്റി. പീച്ചി ഡാമിൽ വെള്ളം 1 അടി ഉയർന്നു. 79.24 മീറ്ററാണ് ഡാമിലെ സംഭരണശേഷി. നിലവിൽ 69.15 മീറ്റർ വെള്ളമാണ് ഡാമിൽ നിലവിലുള്ളത്. പെരിങ്ങൽകുത്ത് ഡാമിൽ മഞ്ഞ അലേർട്ടാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ഇതോടെ കാലവർഷക്കെടുതിയിൽ തകർന്ന വീടുകളുടെ എണ്ണം 180 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 64 പേരാണ് കഴിയുന്നത്. 690 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചു. കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് പ്രളയ സാധ്യത കണക്കിലെടുത്ത് കരുവന്നൂർ പുഴയിൽ ജലസേചന വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും പുഴയിൽ ഇറങ്ങാനോ പുഴ മുറിച്ചു കടക്കാനോ പാടില്ലെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ പ്രദേശവാസികൾ തയ്യാറാവണമെന്നും അധികൃതർ അറിയിച്ചു. തീരദേശ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കയ്പമംഗലത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കൂരിക്കുഴി ബാബുൽ ഉലൂം മദ്രസയിലാണ് ക്യാമ്പ് തുറന്നിട്ടുള്ളത്. പഞ്ചായത്തിലെ 2ാം വാർഡിലെ സലഫി പരിസരത്തും 3ാം വാർഡിലെ ഗ്രാമലക്ഷ്മിയിൽ നിന്നുമുള്ള 8 കുടുംബങ്ങളിലെ 20 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ദേശീയപാതയുടെ അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതുമൂലം ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരണം പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഇടക്കാല ഹർജി വാദം കേൾക്കുന്നതിനായി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. ടോൾ പിരിച്ചതിൽ കരാർ കമ്പനിക്ക് അമിതമായ ലാഭം ലഭിച്ചിട്ടുള്ളതിനാൽ ടോൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ടോൾ പിരിവിന്റെ കാലാവധി 2026 നിന്ന് 2028 നീട്ടിക്കൊടുത്ത ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്താണ് ഹർജി സമർപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയെ വല്ലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക സെന്ററിൽ മുറുക്കാൻ കട നടത്തുന്ന രവിയെയാണ് അറസ്റ്റ് ചെയ്തത്. വല്ലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ സദാശിവൻ, ആന്റണി ജിംബിൾ, SCPOമാരായ ജസ്ലിൻ, ലെനിൻ എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പൂങ്കുന്നം മുരളി മന്ദിരത്തിലെത്തി ലീഡർ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിനിടെയാണ് മുരളി മന്ദിരത്തിൽ എത്തിയത്. ആരെതിർത്താലും നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷം നേടുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അൻവറിന്റെ കാര്യം പറയേണ്ടത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. തന്റെ പിതാവിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഒപ്പമെത്താനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്നും ആര്യാടൻ പറഞ്ഞു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ മൺസൂൺ മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം സേവ ചിറ്റലപ്പള്ളി MAയുടെ അധ്യക്ഷതയിൽ നടന്നു. മഴക്കാലത്തിന് മുൻപായി വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവലോകനവും മഴക്കെടുതി കുറയ്ക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. അടിയന്തരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വകുപ്പുകൾക്ക് MLA നിർദ്ദേശം നൽകി. 2018 പ്രളയത്തിൽ കുറാഞ്ചേരി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിലവിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു. പുഴയിൽ വെള്ളം കുറയുന്ന മുറയ്ക്ക് മാത്രമേ വാഴാനി ഡാമിലെ അധിക ജലം നിയന്ത്രിക്കുന്നതിനായി ഒഴുക്കിവിടുകയുള്ളൂ എന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മുറിച്ചുമാറ്റും. കോൾ നിലങ്ങളിലും പാടശേഖരങ്ങളിലും ബണ്ടുകളോട് ചേർന്ന് രൂപപ്പെടുന്ന ചെളിയും ചണ്ടിയും മാലിന്യങ്ങളും സമയബന്ധിതമായി നീക്കം ചെയ്യും. ആവശ്യമായ സ്ഥലങ്ങളിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മഴക്കെടുതി ദുരന്ത നിവാരണ അവലോകന യോഗങ്ങൾ ചേരാനും തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും റവന്യൂ, ജല അതോറിറ്റി, KSCB, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, മൃഗസംരക്ഷണം, വനം, ഇറിഗേഷൻ, കൃഷി, ഭക്ഷ്യം, മൈനിംഗ് ആൻഡ് ജിയോളജി,
മണ്ണ് സംരക്ഷണം, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ ഇന്ന് വിരമിക്കും. OB അരുൺകുമാർ പുതിയ അഡ്മിനിസ്ട്രേറ്ററാകും. കൊല്ലം സ്വദേശിയായ അരുൺകുമാർ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയാണ്. MA ബേബി മന്ത്രിയായിരിക്കുമ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. വിരമിക്കുന്ന KP വിനയനെ ദേവസ്വം ഭരണസമിതി യാത്രയയപ്പ് നൽകി. നഗരകാര്യ വകുപ്പിൽ റീജിയണൽ ജോയിന്റ് ഡയറക്ടറായിരുന്ന KP വിനയൻ 2021 ഒക്ടോബറിലാണ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റത്. 1 വർഷമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി. ഡെപ്യൂട്ടി കളക്ടറുടെ പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുക. ഇതിനായി സർക്കാർ ദേവസ്വത്തിനെ നൽകുന്ന മൂന്നംഗ പാനലിൽ നിന്ന് ദേവസ്വം ഭരണസമിതിയാണ് അഡ്മിനിസ്ട്രേറ്ററെ തിരഞ്ഞെടുക്കുക. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പ്രവേശനോത്സവം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, BPC PM മോഹൻരാജ്, വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ, THS സൂപ്രണ്ട് ആസിഫ് അലി എന്നിവർ സംസാരിച്ചു. ഇതിന്റെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. മറ്റുള്ള സ്കൂളുകളിലൊക്കെ 2ാം തീയതിയാണ് പ്രവേശനോത്സവം. എന്നാൽ അതിന് വിഭിന്നമായി ഇന്ന് തന്നെ ഇവിടെ ജീവധാര പദ്ധതിയുടെ ഭാഗമായി മുരിയാട് പഞ്ചായത്തിൽ നടക്കുന്ന ലഹരി പ്രതിരോധ പ്രവർത്തനം വേണ്ട 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. 2 മാസം നീണ്ടു നിൽക്കുന്ന തീവ്ര പ്രചരണമാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗൃഹസദസ്സുകൾ, ക്ലാസ് റൂം സദസ്സുകൾ, സൈക്കിൾ റാലി, സങ്കേത പര്യടനം, കൗൺസിലിംഗ്, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം, ലഹരിക്കെതിരെ എന്റെ കയ്യൊപ്പ്, കലാകായിക, പാടിലഹരി തുടങ്ങിയവയൊക്കെ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ റൂറൽ SP കൃഷ്ണകുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ ഡോക്ടർ U സലീം, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ, ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ കോഓർഡിനേറ്റർ മഞ്ജു വിൽസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ്, KU വിജയൻ എന്നിവർ സംസാരിച്ചു. ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ, കുടുംബശ്രീ, ജനമൈത്രി പോലീസ്, എക്സൈസ് വകുപ്പ്, ആരോഗ്യവകുപ്പ്, ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവരുടെ സംയുക്ത സഹകരണത്തിലാണ് ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വേനലവധിക്കാലം കഴിയാറായി. കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങുമ്പോൾ TCVയുടെ സെഗ്മെന്റ് ആരംഭിക്കുന്നു. പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ. മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക്. നവാഗതരടക്കമുള്ള കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ 2 മാസത്തെ അവധിക്കാലം ആഘോഷിച്ച കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവധിക്കാലത്ത് കാർട്ടൂണുകളും സിനിമകളും കണ്ടും കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര നടത്തിയും ബന്ധുവീടുകൾ സന്ദർശിച്ചും ആനന്ദകരമാക്കി. കൂട്ടുകാരൊത്ത് മരത്തിൽ കയറി മാമ്പഴങ്ങൾ പറിച്ചും പുഴകളിലും തോടുകളിലും ചാടിക്കളിച്ചും ആടിപ്പാടി നടന്ന 2 മാസക്കാലം പെട്ടെന്ന് കടന്നുപോയല്ലോ എന്ന നൊമ്പരവുമായാണ് ഇനി പുതിയ ക്ലാസ് മുറികളിലേക്ക് പോകാൻ കുട്ടികൾ തയ്യാറെടുക്കുന്നത്. അവധിക്കാലത്ത് വീട്ടിലും പാടത്തും പറമ്പിലുമെല്ലാം കളിച്ചുല്ലസിച്ച് പാറി നടന്ന കുട്ടികൾക്ക് ഇനി പഠനത്തിന്റെ നാളുകളാണ്. വലിയ പരീക്ഷ കഴിഞ്ഞതോടെ കളിക്കളങ്ങളിലേക്ക് ഓടിയ കുട്ടികൾ ഇനി പുതിയ ബാഗും പുസ്തകങ്ങളും പുത്തനുടുപ്പുകളും ചെരുപ്പുമെല്ലാമായി
സ്കൂളുകളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. നവാഗതരാകട്ടെ പുത്തൻ കുഞ്ഞുടുപ്പുകളും ധരിച്ച് പൂക്കുടകളും ബാഗും പുതിയ ഷൂസും ധരിച്ച് ചേട്ടന്മാരോടും ചേച്ചിമാരോടുമൊപ്പം സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV. തൃശൂർ ജില്ലാ ഫിഷറീസ് വകുപ്പും പീച്ചി മത്സ്യഭവൻ വടക്കാഞ്ചേരി പ്ലാസ്റ്ററും സംയുക്തമായി ഇരുനിലംകോട് നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മത്സ്യകർഷകൻ കുന്നത്ത് പീടികയിൽ മരക്കാരുടെ ഫിഷ് ഹബിൽ നടന്ന മത്സ്യവിളവെടുപ്പ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടത്ത് അധ്യക്ഷത വഹിച്ചു. പീച്ചി മത്സ്യഭവനിലെ അക്വാകൾച്ചർ പ്രൊമോട്ടർ KM അബ്ദുൽ സലാം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK തങ്കപ്പൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MM നസീബ, തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. നോക്കുമ്പോൾ ഈ ഉള്ള സ്ഥലത്തെ നല്ല പോലെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മുകളിലെ കൃഷിയും താഴെയുള്ള കൃഷിയും എല്ലാറ്റിനും ഈ വെള്ളം പാഴാവാതെ വീണ്ടും ഉപയോഗപ്പെടുത്തി വീണ്ടും അത് കൃഷിക്ക് അവസാനം എത്തിക്കുന്ന രീതിയിലുള്ള റീസൈക്ലിംഗ് മെത്തേഡ് നല്ലപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി വായനശാലയുടെ സ്ഥാപകാംഗവും ഭാരവാഹിയുമായിരുന്ന NM വേലിക്കുട്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ, നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, സെക്രട്ടറി VS സുബീഷ്, TM ഷിഗാമണി, PK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഇനി TCVയുടെ പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. ആലപ്പാട് ഇരട്ടപ്പാളത്തിനടിയിലൂടെയുള്ള പറവച്ചാലിന് ശാപമോക്ഷമായില്ല. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തിപ്പടവിനെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ജയന്തിപ്പടവിൽ ചുറ്റുമുള്ള കരപ്രദേശങ്ങളിൽ നിന്നുള്ള മഴവെള്ളം നിറഞ്ഞതോടെയാണ് ആലപ്പാട്, പുറത്തൂർ, പഴുവിൽ, ചാഴൂർ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായത്. ജയന്തിപ്പടവിലേക്ക് ചുറ്റുമുള്ള കരപ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം 100ഓളം വർഷം പഴക്കമുള്ള പറവച്ചാൽ തോടിലൂടെ അന്തിക്കാട്ട് പടവിലേക്കും തുടർന്ന് കാഞ്ഞാണി പെരുമ്പുഴ തോട് വഴി ഏനാമാവ് റെഗുലേറ്ററിലൂടെ ഒഴുകിപ്പോവുകയുമാണ് പതിവ്. എന്നാൽ പറവച്ചാലിലെ കയ്യേറ്റം മൂലം തോട് ശുഷ്കിച്ച് വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനാകാത്ത സ്ഥിതിയിലാണ്. മാത്രമല്ല തോട് കയ്യേറിയ ഭാഗത്ത് മാലിന്യവും മറ്റും കൊണ്ടിടുന്നതും പതിവായിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ഈ കമ്പനിക്ക് നോട്ടീസ് പഞ്ചായത്ത് കൊടുത്തിട്ട് ഈ തടസ്സങ്ങൾ അവർ മാറ്റി തന്നിട്ട് മാത്രം പ്രവർത്തന അനുമതി കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ആവശ്യമായിട്ട് ഞങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിലും മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങൾക്ക് ഈ വെള്ളം അടിയന്തരമായിട്ട് ഇറങ്ങിപ്പോകാനുള്ള അടിയന്തരമായിട്ട് അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബോർഡുമായിട്ട് എൻക്രോച്ച് ചെയ്തുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് പരിഹരിക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ 3-4 വാർഡുകളിലെ മെമ്പർമാരും അതിന് പ്രസിഡന്റും മുൻകൈ എടുത്തുകൊണ്ട് ഇത് പരിഹരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം കാണുന്ന. അതേസമയം മെയിൻ റോഡിൽ ഇരട്ടപ്പാലത്തിനടിയിലുള്ള തോടിന്റെ ഭാഗം ആഴമില്ലാത്തതിനാൽ ജയന്തിപ്പടവ് നിറഞ്ഞാലേ വെള്ളം പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോകാൻ തുടങ്ങൂ എന്ന സ്ഥിതിയുമുണ്ട്. ഇവിടെ ആഴം കൂട്ടി കൽവർട്ട് പുനർനിർമ്മിക്കുകയും പറവച്ചാൽ തോടിന്റെ കയ്യേറിയ ഭാഗം വീണ്ടെടുക്കുകയും ചെയ്താൽ ഈ മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകും. ചാഴൂര്, ആലപ്പാട് വില്ലേജുകളിൽ വീടുകളിൽ വെള്ളം പൊങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഇരട്ടപ്പാലം പറവച്ചാൽ തോടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ ഒരു 100 വർഷം മുന്നുള്ളൊരു നിർമ്മാണമാണ്. അതിൻ്റെ അടിയിൽ ഒരു ജയന്തിപ്പടവിൻ്റെ റോഡിനോളം വെള്ളം പൊന്തി കഴിഞ്ഞാലാണ് ഈ വെള്ളം ഇങ്ങോട്ട് മറിഞ്ഞ് പറവച്ചാൽ തോടിലൂടെ ഈ പാടത്തേക്ക് ഒഴുകുള്ളൂ. ഈ പാലം പൊളിച്ച് പണിതാൽ മാത്രമാണ് ഈ വെള്ളക്കെട്ടിന് പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഇപ്പം നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു MLA ഫണ്ടൊക്കെയാണ് നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. ജയന്തിപ്പടവുമായി ബന്ധപ്പെട്ടിട്ട് 6-7 വാർഡുകളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട്, ആ പടവിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നുള്ള ആകെയുള്ള ഒരു സോഴ്സാണ് ഈ പറവച്ചാൽ എന്ന് പറയുന്ന ഈ തോട്. കാലാകാലങ്ങളായിട്ട് വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരുന്ന ഈ തോടിനെ ഇവിടെ സ്വകാര്യ വ്യക്തി തോടിൻ്റെ ആഴം കുറച്ച് വീതി കുറച്ച് ഇപ്പോൾ ഒരു മരക്കമ്പനി നടത്തുന്ന ആളുകളാണ് അതിലെ വേസ്റ്റുകളെല്ലാം കൊണ്ടിട്ട് ഈ തോടിനെ പകുതിയായി കുറയ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ 72 മീറ്റർ അപ്പുറത്ത് വരെ ഈ തോട് 4-5 മീറ്റർ വീതിയിൽ കരിങ്കല്ല് കെട്ടി ആഴം കൂട്ടി വലിയ
തോടായിട്ട് റീബിൽഡ് കേരളയിൽ വന്നിട്ടുള്ളതാണ്. ഇത് ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഇരട്ടപ്പാലം എന്ന് പറയുന്ന പാലം ഒരു കലവർട്ടാണ്, അതിന് ആഴം കുറവാണ്. ഇത് ആഴം കൂട്ടി ഇത് പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതോടെ പ്രദേശം വെള്ളക്കെട്ടിലാകുന്നത് പരിഹരിക്കാനായി നാട്ടുകാർ വിവിധ തലങ്ങളിൽ അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ ഫലപ്രദമായ നടപടി ഉണ്ടാകാത്തതാണ് പ്രദേശത്ത് വീണ്ടും വെള്ളക്കെട്ട് ഭീഷണി ഉയർത്തുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഓർമ്മ പുത്തൻ കടപ്പുറം ലോഗോ പ്രകാശനം ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ നിർവഹിച്ചു. രക്ഷാധികാരി PM നാസർ, ജനറൽ സെക്രട്ടറി KM അക്ബർ അക്കു, വൈസ് പ്രസിഡന്റുമാരായ KH ഷാഹു, HM നൌഫൽ, ചീഫ് കോർഡിനേറ്റർ CH സൈനു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CM നൌഷാദ്, UK സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷകൾ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വീകരണമൊരുക്കി CPM എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി. 350ഓളം വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത്. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം CA ഷെഫീർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR ജൈത്രൻ, രമേശ് ബാബു, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, എടവിലങ്ങ് ലോക്കൽ സെക്രട്ടറി VH റിസ്വാൻ, KK സുരേന്ദ്രൻ, സുജിത് എന്നിവർ സംസാരിച്ചു. ജോലിക്കാരായിട്ട് മാറും. പ്രൊഫഷണൽ എക്സലൻസ് ആണ് വാക്ക്. അതുണ്ടാവും പോരാ ജീവിതത്തിലും. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഫാദർ ജോഷി ആളൂർ, ഫാദർ G സക്കരപ്പട്ടിയേക്കൽ, ഫാദർ ഷോജോ മഞ്ചാടിക്കൽ എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് CV ബേബി, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ, മദർ വിനീത മാത്യു എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷൻ എറിയാട് പഞ്ചായത്തിന് നൽകിയ 2 കോടി രൂപ ചിലവഴിച്ച് പൂർത്തീകരിച്ച വലിയതോട്, പെരുന്തോട്, ബ്ലാങ്ങച്ചാൽ തോട് നഗരസഞ്ചയ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, പഞ്ചായത്ത് അംഗം PK മുഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി സെറീന അലി എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA കൈസാബ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ആനന്ദ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഏറ്റെടുക്കുന്നൊരു പ്രവർത്തനം ജില്ലാ പഴയന്നൂർ കുന്നത്തറ ALP സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല നടന്നു. പഞ്ചായത്ത് അംഗം KM അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അരുണ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക പ്രമീള ശ്രീകുമാർ വിഷയാവതരണം നടത്തി. അക്കാദമിക പ്ലാനിന്റെ പ്രകാശനം പഞ്ചായത്ത് അംഗം KM അസീസ്, പഞ്ചായത്ത് അംഗം യശോദയ്ക്ക് നൽകി നിർവഹിച്ചു. DYFI പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ സ്കൂൾ പരിസരവും ക്ലാസ് റൂമുകളും ശുചീകരിച്ചു. DYFI ജില്ലാ കമ്മിറ്റി അംഗം N അമൽ രാജ്, DYFI മേഖലാ സെക്രട്ടറി AB നൌഫൽ, B പ്രമോദ്, അമൽജിത്ത് എന്നിവർ നേതൃത്വം നൽകി. അതുപോലെ ക്ലാസ് മുറികളുമൊക്കെ ശുചിയാക്കി കൊടുക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നു വരികയാണ്.
അതിൻ്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐയുടെ പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ പഴയന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ വൃത്തിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടത്തിക്കോട് സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കെ ജി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മുരളി സ്വാമി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി ഇ പി ജയപ്രകാശ്, മുനിസിപ്പൽ കൗൺസിലർ കെ എൻ പ്രകാശൻ, ടി എസ് സന്തോഷ്, കെ ആർ സുനിൽ, കെ എസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ വീഡിയോ നിർമ്മാണ പരിശീലന ക്യാമ്പ് നടന്നു. റിസോഴ്സ് പേഴ്സൺ ഷിബുവിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടന്നത്. പരിശീലന ക്യാമ്പിൽ കൈറ്റ് മിസ്ട്രസ് സി ജ്യോതി, ടി എസ് മീര എന്നിവർ സംസാരിച്ചു. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോക്കാരൻ ഇന്ത്യയുടെ 42ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. മാർഷിനോടുമുള്ള കടപ്പാട് നിങ്ങൾ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് സുരേന്ദ്രൻ മങ്ങാട് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. പുതൂർക്കര 55ാം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം നടത്തി. ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ മേഫി ഡെൽസൺ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ പുതൂർക്കര, പാറയിൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഒഴുക്കിൽ അകപ്പെടുന്നവരെ രക്ഷിക്കുന്നതിനായുള്ള പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുതുരുത്തി നീള ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മുള്ളൂർക്കര പഞ്ചായത്ത് കുളത്തിൽ ക്യാമ്പിന് തുടക്കം കുറിച്ചത്. ഗോവ ആസ്ഥാനമായ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. ജൂൺ 2 വരെയാണ് ആദ്യഘട്ട പരിശീലനം. ജൂൺ 2ാം വാരത്തിൽ തുടർ പരിശീലനവും ഉണ്ടാകും. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. നീള ബോട്ട് ക്ലബ്ബ് ചെയർമാൻ ശിവശങ്കരൻ പാഞ്ഞോൾ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് ഇൻസ്ട്രക്ടർ എൻ മുരുകേശൻ ക്ലാസിന് നേതൃത്വം നൽകി. ബോട്ട് ക്ലബ്ബ് ജനറൽ മാനേജർ അരവിന്ദൻ, റഹീം കണ്ടശനാം കടവ്, കെ കെ മുരളീധരൻ എന്നിവർ സംസാരിച്ചു. 16 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. ട്രെയിൻ യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഒരു ട്രാക്ക് കൂടി ആവശ്യമാണെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തി നൽകണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ റെസ്റ്റോറന്റ് അടക്കമുള്ളവ വളരെ മോശം സ്ഥിതിയിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമൃത് ഭാരത് പദ്ധതിയിൽ സ്റ്റേഷനിലെ ഉൾപ്പെടുത്തുന്ന കാര്യം സജീവ പരിഗണനയിലാണ്. സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ ഉദ്യോഗസ്ഥർ, പാസഞ്ചർ അസോസിയേഷൻ പ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. BJP നേതാക്കളായ AR ശ്രീകുമാർ, കൃപേഷ് ചെമ്മണ്ട, ആർച്ച് അനീഷ് എന്നിവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ബൃഹത്തായ ഒരു പദ്ധതി എന്ന് പറയുന്നത് അടുത്ത ഫേസാണ്. അമൃത് ഭാരത് സ്റ്റേഷൻസിൻ്റെ അടുത്ത ഫേസിൽ ഇരിങ്ങാലക്കുട ഉണ്ടാവും എന്നാണ് എനിക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ ഉറപ്പ് വരട്ടെ, വന്നിട്ടേ ഞാൻ പറയും. അല്ലാതെ സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. സംസ്ഥാന സർക്കാർ ഭൂമി വിട്ട് നൽകി ട്രാക്കിനായിട്ട് അല്ല, അത് മൊത്തം സ്റ്റേറ്റിന്റെ ലെങ്ത്തിലാണ്. ഒരു എക്സ്ട്രാ ട്രാക്ക് കൂടെ കിട്ടിയാൽ നമുക്ക് സ്റ്റോപ്പേജസ് പലതും സാധ്യമാണ്. വമ്പൻ യാത്രക്കാരുടെ ആവശ്യം മാത്രമല്ല, ചെറുകിട യാത്രക്കാരുടെ അല്ലേ, പാവങ്ങളുടെ യാത്രയും കൂടെ സുഗമമാക്കാൻ ഒരു ട്രാക്ക് കൂടെ എക്സ്ട്രാ ഇല്ലാതെ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്ദേ ഭാരതൊക്കെ അങ്ങ് വേണ്ടാന്ന് പറയും. നെല്ലുവായ് പുഴയിൽ നീർനായ്ക്കളെ കണ്ടെത്തി.
മഴ ശക്തമായതിനെ തുടർന്ന് പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചപ്പോഴാണ് നീർനായ്ക്കളെ കണ്ടത്. ആക്രമണ സ്വഭാവമുള്ള നീർനായ പല സ്ഥലങ്ങളിലും വെള്ളത്തിലിറങ്ങി മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച് സാരമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മുമ്പും എരുമപ്പെട്ടി പുഴയിൽ നീർനായ്ക്കളെ കൂട്ടത്തോടെ കണ്ടിട്ടുണ്ട്. എരുമപ്പെട്ടി ആറാട്ടുകടവ് പരിസരത്താണ് കൂടുതലും നീർനായ്ക്കളെ കണ്ടിട്ടുള്ളത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,733 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. AC മൊയ്തീൻ MLA യുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2-ന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുത്ത് വിദ്യാർത്ഥികൾ. TCV വാർത്ത ഫലം കണ്ടു. പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ചുമതലയെടുത്തു. ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. പ്രളയ സാധ്യത കണക്കിലെടുത്ത് കരുവന്നൂർ പുഴയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.